Hello guys, good morning and welcome to my YouTube channel. അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് എന്നറിയാം, ഞാൻ ഉറപ്പൊക്കെ എണീറ്റു ഫ്രഷൊക്കെ ആയി. ഇന്ന് എനിക്ക് ഷൂട്ടുണ്ട്. ഷൂട്ട് എവിടെ വെച്ചെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട്. ഒരു ബ്രൈഡൽ സ്റ്റുഡിയോയുടെയാണ്, കംഷിക ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോൻ്റെ ഷൂട്ടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബൈ. ഫൈനലി ഞാൻ അവിടെ റീച്ച് ആയിരുന്നു, സ്റ്റുഡിയോക്കകത്ത് വന്നായിരുന്നു. അപ്പോൾ സന ചേച്ചിയും ചേച്ചിയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ലേറ്റായിപ്പോയി ഗൈസ്, ഞാൻ കുറച്ച് അധികം ലേറ്റായിപ്പോയി. രാവിലെ എത്താൻ പറഞ്ഞത്, അപ്പോൾ ഇച്ചിരി ഒന്ന് ലേറ്റായിപ്പോയി. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഹെയറും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ക്യാമറ ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. അവർ ബാക്കി കലാപരിപാടികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളും ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സ്ഥലം, അങ്ങനെ കുറച്ച് ലൈറ്റിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഹെയറിങ് ക്രിമ്പും അയണിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക വേഗമായിരുന്നു. അതിനുശേഷം മേക്കപ്പിലോട്ട് നേരെ മേക്കപ്പിലോട്ടാണ് പോയത്. അപ്പോൾ ഇത് സന ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ. രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത് ബ്രൈഡൽ സ്റ്റുഡിയോ മാത്രമല്ല, നമ്മൾ ടാറ്റു സ്റ്റുഡിയോയും കൂടെ ഉണ്ട്. സന ചേച്ചി ടാറ്റു ഒക്കെ ചെയ്യും. സോ ഈ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നേമത്താണ് കേട്ടോ. നമ്മുടെ നേമം സ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്, എസ്റ്റിമേറ്റ് വരുന്നത്. ഞാൻ ഇവരുടെ ഇൻസ്റ്റാ പേജും നമ്പറും ഒക്കെ കൊടുത്തേക്കാം. സോ ഇതാണ് ബ്രൈഡൽ സ്റ്റുഡിയോ. അപ്പം ഞാൻ വരുന്നത് കാരണം ഇവർക്ക് ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ, ബ്രൈഡൽ ക്ലാസ്സൊക്കെ ഉണ്ട്. ഞാൻ ഷൂട്ടിനുള്ളതുകൊണ്ട് ക്ലാസ്സൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് ഹെയർ എങ്ങനെ കെട്ടണം എന്നുള്ളൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഒട്ടും ടൈമില്ല. നമുക്കൊരു 2 ഷൂട്ടുണ്ട്, 2 സാരിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെയൊക്കെ കുറച്ച് റഷ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊന്നും കഴിക്കാതിരിക്കുകയാണ് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പോയാൽ ഇതാണ് ഫസ്റ്റ് സാരി. ഇത് ബ്ലാക്ക് സാരി സൂപ്പർബായിട്ടുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഒതുങ്ങി കിടക്കുന്നൊരു മെറ്റീരിയലായിരുന്നു. നമ്മൾ എത്ര പ്ലീറ്റ് എടുത്ത് വെച്ചാലും അതുപോലെ ഇരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ക്യാമറയിൽ കാണുമ്പോഴേ ഭയങ്കര രസമില്ലേ, അതാണ് അടിപൊളിയായിരുന്നു. ഓർണമെൻറ്റ്സ് എല്ലാം വന്നിട്ട് അമേലിയ എന്നാണ് കേട്ടോ. നമ്മുടെ അമേലിയ അറിയായിരിക്കും എല്ലാവർക്കും, അമേലിയ. അതിനുശേഷം ഫൈനലി സാരിയൊക്കെ ഉടുത്ത് കഴിഞ്ഞായിരുന്നു. ഇതിൻ്റെ ബ്ലൗസ് തച്ചേക്കുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിലെടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. ഞാൻ വായി നോക്കിയൊക്കെ നിൽക്കുന്നില്ല, ലൈറ്റിൻ്റെ അങ്ങോട്ട് നോക്കുക, ലൈറ്റ് എങ്ങനെ ചെയ്യുന്നു നോക്കുക, വേറൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ നിൽക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾക്ക് ചേഞ്ചാണ്. ഈ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. അടുത്ത ഡ്രസ്സിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ ബ്ലൗസ് ചെയ്തേക്കുന്നത് മുഖിയാണ്, മുഖി ബൊട്ടിക്ക്. അടിപൊളിയാണ് കേട്ടോ, വർക്കൊക്കെ നൈസ് വർക്കായിരുന്നു. ഇതെനിക്ക് ചെയ്തത് ഉമ്മച്ചേച്ചിയാണ്. സീരിയസ്ലി ഇത് ചെയ്തത് സീരിയലിന് വേണ്ടിയിട്ടായിരുന്നു. സോ അപൂർവരാഗം അപ്പോൾ സ്റ്റോപ്പായിരുന്നു വെഡ്ഡിങ് സീൻസ് വന്ന സമയത്ത്. അപ്പോൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. സോ അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു തോന്നുന്നു. എനിക്ക് വെഡ്ഡിങ്ങിന് അതിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ അതൊരു ബ്രൈഡൽ ഷൂട്ടായിട്ട് എടുത്തതാണ്. അപ്പോൾ എനിക്ക് ചെയ്തു തന്നെയല്ലേ ഒരു അടിപൊളിയായിട്ട് ചെയ്തു തന്നു. ഇതിൻ്റെ വർക്കൊക്കെ നൈസ് വർക്കാണ്. മുഖി നമ്മുടെ ശ്രേഷ്ഠയുടെ ഓപ്പോസിറ്റാണ് വരുന്നത്. ശ്രേഷ്ഠ അറിയായിരിക്കും, റെൻ്റൽ കോസ്റ്റ്യൂംസൊക്കെ കിട്ടുന്നതാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. മുഖി ഉമ്മച്ചേച്ചിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബാക്കിൽ നിൽക്കുന്നത് ക്യാമറ ചേട്ടനാണ് കേട്ടോ. കണ്ടതിൻ്റെ ഇടയിൽ ക്യാമറ കൊണ്ടുവന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത്. എനിക്ക് ഈ സാരി കൊള്ളാം, പക്ഷേ ഭയങ്കര ഒതുങ്ങി കിടക്കുന്ന ടൈപ്പല്ല. നമ്മൾ നന്നായിട്ട് വാഷൊക്കെ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പശയൊക്കെ പോവുമായിരിക്കുമെന്ന്. സോ അങ്ങനെയായിരുന്നു. അതിനുശേഷം റെഡി ആയ ശേഷം നമ്മൾ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഒരു ബീച്ച് സൈഡാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ സോ അടിപൊളിയാണ്. നമ്മൾ ലൊക്കേഷനിലെത്തിയപ്പോഴത്തേക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് സന ചേച്ചിയാണ് ഒരുക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ വോക്ക് കാണിച്ചു തരാം. വോക്ക് വന്നിട്ട് ഇതാ കണ്ടോ, നൈസല്ലേ, അടിപൊളി വർക്ക്. അതിൻ്റെ കൂടെ തന്നെ അമേലിയയിലെ ജ്വല്ലേഴ്സൊക്കെ നോക്കി ബാക്കിൽ 3 ലെയേഴ്സാണ് വരുന്നത്. കൈയുടെ വർക്ക് ഉണ്ടല്ലേ, നൈസല്ലേ.
ആ ഡിസൈനൊത്ത് വർക്ക് ചെയ്തേക്കുന്നത്. സിമ്പിളാണെങ്കിൽ എലഗൻ ലുക്ക് തരുന്ന രീതിയിലുള്ളതാണ്. സിമ്പിൾ ആൻഡ് എലഗൻ ലുക്ക് അതാണ്. ഒരു ബ്രൈഡൽ ലുക്കായിട്ട് ഉണ്ട്, ബട്ട് ഹെവിനെസ്സും ഇല്ല, ഭയങ്കര സിമ്പിളായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രോപ്പർട്ടി ഫോട്ടോഷൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണണ്ടേ, കണ്ടു നോക്കാം. ഫൈനലി ഇതൊക്കെയാണ് റിസൾട്ട്. അതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു, ലേറ്റായി, കുളിച്ചു. എൻ്റെ ഫുഡ് ഇതാണ്, ഫ്രൂട്ട്സ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലവ് യു സോ മച്ച്, ബൈ.